പരിധിയില്ലേ? ഒന്നും രണ്ടുമല്ല, 15 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അയാൾ വരികയാണ് സ്വന്തം ഭാര്യയെ കാണാൻ. ഇനി പറയുന്നില്ല, കാണേണ്ടത് കാണുക തന്നെ വേണം. കണ്ടോളൂ, കൺ കുളിർക്ക കണ്ടോളൂ. 15 വർഷത്തിന് ശേഷം എന്റെ മോൻ ഗൾഫിൽ നിന്ന് വരുന്ന ദിവസമായി ഇന്ന്. ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. അവൻ വരുന്ന നാളിൽ തന്റെ കാര്യം പിടിച്ച് എന്നെ മാറോടാണ് തീടുമേ. എന്റെ കർത്താവേ, ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, പിന്നെ അവ പറക്കുന്നുമില്ല. അമ്മച്ചി, പറവ പറക്കൂലേ? ചില പറവകൾ പറക്കത്തില്ലടാ. അല്ല അമ്മച്ചി, ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിക്കേ. ഇപ്പൊ ഇവിടെ തൊള്ള തുറന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താണ്? എടാ, 15 വർഷം കൂടി എന്റെ മോൻ ഗൾഫിൽ നിന്ന് വരുന്ന ദിവസമല്ലേ ഇന്ന്. കല്യാണം കഴിഞ്ഞ അന്ന് പോയതല്ലേ എന്റെ കൊച്ച്. ഓ, അപ്പൊ അളിയനെ കാണാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കും. പോടാ അവിടുന്ന്. എയർ ഇന്ത്യയിലാവും വരുന്നത്. കൃത്യമായിട്ട് നെടുമ്പാശ്ശേരി കൊണ്ട് ഇറക്കിയാ മതിയായിരുന്നു. അല്ലമ്മച്ചി, അളിയനെ വിളിക്കാൻ ആരാ പോയിരിക്കുന്നത്? സുരേന്ദ്രൻ. അവനെ ഞാൻ ഈസ്റ്റ് പോർട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈസ്റ്റ് പോർട്ടാ? എടാ, ഈ വിമാനമൊക്കെ വന്ന് ഇറങ്ങുന്ന സ്ഥലവേ. അമ്മച്ചി, അത് ഈസ്റ്റ് പോർട്ടല്ല, എയർപോർട്ട്. അങ്ങനെയും പറയാം. അമ്മച്ചി ഒന്ന് മിണ്ടാതിരിക്കുക. മനുഷ്യനോട് ടെൻഷൻ അടിച്ചിട്ടിരിക്കുക. അമ്മച്ചി ഒന്ന് മാറി, ഞാനൊന്ന് നോക്കട്ടെ വന്നോന്ന്. എന്നതാടി നിനക്ക്? അമ്മച്ചിക്ക് അങ്ങനെ പറയാം. 15 വർഷമായി അതിയാനെ കാണാൻ വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞാൻ കാത്തിരിക്കുന്നേ. ചുമ്മാതല്ലേ ഈ വീട്ടിലെ എണ്ണ മുഴുവൻ കാണാതെ പോകും. അയ്യോടാ, 1975 കോമഡി ആയിട്ട് വന്നിരിക്കുന്നു. ഒന്ന് പോവാൻ വെച്ച അവിടുന്ന്. എടാ സാംസ, നീ ആ സുരേന്ദ്ര ചേട്ടൻ ഒന്ന് വിളിച്ചു ചോദിച്ചേ. എന്തിന്? ഇച്ചാനെ കൊണ്ട് എവിടെ എത്തിന്ന് അറിയാലോ. ചേച്ചി, ഈ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പന്ന മൊബൈൽ എന്റെ പട്ടിക്ക് വേണം. അയ്യോ, എന്നതാണ് ഈ കാണിച്ചത്? എടാ, പൈസ ഇല്ലാത്ത സമയത്ത് 501 രൂപയുടെ മൊബൈൽ ഞാനല്ലേ നിനക്ക് വാങ്ങിച്ചത്. എനിക്കെന്തിനീ മൊബൈല്? അത് അളിയൻ കൊണ്ടുവരുമല്ലോ. അയ്യോ, ആരാന്നൊന്ന് നോക്കിയടാ. അത് കുട്ടിക്കാനത്തുള്ള പട്ടിപ്പാപ്പനാ. അല്ല, കുട്ടിക്കാനത്തുള്ള കുട്ടിപ്പാപ്പനാ. എടാ, വരുന്നത് ആരാണെന്ന് അറിയാമോ? എന്റെ കെട്ടിയോന്റെ അനിയനാ, കുട്ടിക്കാനത്തുള്ള കുട്ടിപ്പാപ്പൻ. അവൻ എന്താ ഇങ്ങനെ ചുമക്കുന്നതെന്ന് അറിയാമോ? ഇല്ല മച്ചി. പണ്ട് അവന് കഞ്ചാവ് കൃഷിയായിരുന്നു പണി. ഒരിക്കൽ അവനെ പോലീസ് പിടിച്ചു. അവിടെ വെച്ച് 5.5 കട്ടയുടെ പടി എടുത്ത് നെഞ്ച തിരിച്ചു കൊടുത്തു പോലീസ്. അതാ അവൻ ഇങ്ങനെ ചുമക്കുന്നേ. ഇന്ന് എന്റെ മോൻ ഗൾഫിൽ നിന്ന് വരുന്നെന്ന് അറിഞ്ഞോണ്ട് വന്നേക്കു. അപ്പ പട്ടി. ഈ ഒരുത്തനെ ഞാൻ ചേച്ചി. നീ ആയിരുന്നോ? എന്നതാടാ കുട്ടിപ്പാപ്പ? നിന്റെ കാര്യം ഞാൻ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ആണോ? അമ്മച്ചി പറഞ്ഞത് കുട്ടിപ്പാപ്പനെ പോലീസ് പിടിച്ച കാര്യമല്ലേ? എന്നതാടി അവിടുന്ന്? ഒന്ന് പോടി. എടി, നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് റബ്ബർ ഷീറ്റിന്റെ വിലയെ പറ്റിയല്ലയോ? അല്ലല്ലേ അമ്മച്ചി? ഒന്ന് പോയേ. പിന്നെ എന്നതൊക്കെ ഉണ്ടടാ വിശേഷം കുട്ടിപ്പാപ്പ? നല്ല വിശേഷം. മോൻ എപ്പോ വരും? ഇപ്പൊ ഇഞ്ഞു എത്തിയോടാ. അല്ല, ഈ വിവരം നീ എങ്ങനെ അറിഞ്ഞു? 10,000 നെല്ലുണ്ടെങ്കിൽ എലി 3 അറിയുന്നും വരും. അതിനാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. മോളെ, അപ്പാപ്പന് ഇഡ്ഡലി സാമ്പാറും എടുത്തു കൊടുക്കടി. ശരി അമ്മച്ചി. ചെന്നാട്ടെ. വിരല് വരെ കൊടല തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ജീവി. എന്റെ കർത്താവേ. അളിയൻ വന്നേ. സുരേന്ദ്ര, എന്റെ മോൻ എവിടെ? അയ്യോ, കേറിയില്ലായിരുന്ന. കൊള്ളാം. എടാ സുരേന്ദ്രൻ, നീ അളിയനെ വിളിക്കാനല്ലേ പോയത്? എന്നിട്ട് അളിയനെ വിളിച്ചു, അളിയനെ കണ്ടു, അളിയന്റെ പെട്ടി എല്ലായിടത്തും ബാഗിനകത്ത് വെച്ചു, ഞാൻ വണ്ടി എടുത്ത് പോന്നു. അയ്യോ, അളിയൻ കേറിയില്ലായിരുന്നു. അത് എന്റെ അടുത്താണോ സുരേന്ദ്രൻ നീ ചോദിക്കുന്നത്? പിന്നെ എന്റെ അടുത്താവുന്ന ചോദിക്കും. അളിയൻ വീണ്ടും വന്നേ. അയ്യോ, എന്റെ മോൻ ജോസൂട്ടി വന്നേ. സുരേന്ദ്ര, വന്നണ്ണ. എന്തണ്ണാ? നീ വന്നേ. എന്തിനാണ് എന്നെ അടിച്ചത്? നീ എന്നെ വിളിക്കാൻ വന്നായിരുന്നാ? വിളിക്കാൻ വന്നായിരുന്നു. എന്റെ ബാഗെല്ലാം വണ്ടി കയറ്റിയായിരുന്നാ? ബാഗെല്ലാം വണ്ടി കയറ്റിയായിരുന്നു. നീ എന്നെ കയറ്റിയായിരുന്നാ? അയ്യോ, കയറ്റിയില്ലായിരുന്ന. അതിനാണ് ചാടി നേരെ എന്റെ മുമ്പ് കണ്ടുപോലെ എന്റെ ചക്കരം മുത്ത. ജോസൂട്ടിയെ. എന്തമ്മച്ചി? ഞാനിവിടെ നിപ്പോണ്ട്. ഓ, കണ്ടമ്മച്ചി. എന്നെ വിളിച്ചായിരുന്നോ? ഇല്ല അമ്മച്ചി. അയ്യോ അമ്മച്ചി, അമ്മച്ചി എപ്പ വന്ന അമ്മച്ചി? അമ്മച്ചിക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടേ. 1 മിനിറ്റ്.
ചവിട്ടമ്മച്ചി, അങ്ങനെ ചവിട്ടി കൊഴ അമ്മച്ചി. അങ്ങനെ തന്നെ അമ്മച്ചി. അമ്മച്ചിയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമല്ലായിരുന്നോ ഗൾഫിലെ മണ്ണി ചവിട്ടി മരിക്കണമെന്ന്? ചവിട്ടിയല്ലോ, ഇനി മരിച്ചോ അമ്മച്ചി. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച കമ്പിളി പോതപ്പോ. ഓ, അതൊക്കെ ആ ബാഗിൽ കാണും എന്റെ പൊന്നമ്മച്ചി. അമ്മച്ചി പോയി ഒരു ചായ എടുത്തോണ്ട് വാ അമ്മച്ചി, പ്ലീസ്. ഓ എന്റെ ഈശോയെ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നു പോയടാ. പോ അമ്മച്ചി, പോ. എന്റെ ചക്കര മുത്തേ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ പഴയതുപോലെ തന്നെ. അവിടെ മാവ് പൂത്തു, അറബികൾ പ്ലാവിൽ നിന്ന് ചക്കയിട്ടു, ഒട്ടകത്തിന്റെ പാലെടുത്ത് ചായ ഇട്ടു. അളി ഒരു കാര്യം ചെയ്യ്, പോയി ഞാൻ വന്ന വിവരം എല്ലാവരും അറിയിക്കും. വേഗം ചെല്ല്. തീർച്ചയായിട്ടും. എന്റെ ചക്രം മുത്തേ. മക്കളെ, ഓ അപ്പാപ്പൻ ഇപ്പോഴും ജീവനോടുണ്ട് മക്കളെ. ഓ ദൈവത്തിന് തെറ്റിയില്ല. മക്കളെ, കുപ്പി അത് കാണാൻ സമ്മതിച്ചില്ല. എന്ത്? അവിടെ ബാഗിലെ കുപ്പി ഇരിപ്പുണ്ട്, ആവശ്യമുള്ള കുപ്പി. പോയി എടുക്ക് കുപ്പി, പോ. ശരി മക്കളെ. എന്റെ കുപ്പി അല്ല, എന്റെ ചക്കര മുത്തേ, എന്റെ മുത്തേ. എന്റെ സ്വപ്നത്തിന്റെ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി നീലതാമര മിഴികൾ. എന്തമ്മച്ചി? ചായ. അമ്മച്ചി ചായ കൊണ്ടുപോയി അകത്ത് വെച്ചിട്ട് കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. ശരി. 25 വർഷമായി എന്റെ ഭർത്താവ് മരിച്ചിട്ട്. എന്റെ ചക്കര മുത്തേ. എന്റെ സ്വപ്നത്തിന്റെ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി നീലതാമര മിഴികൾ. ഞാൻ പറഞ്ഞ മൊബൈല് ഗൾഫില് ഭയങ്കര സാമ്പത്തിക മാന്ദ്യമാണല്ലേ, അതുകൊണ്ട് ഞാൻ മൊബൈൽ കൊണ്ടുവന്നില്ലേ? പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. എന്തളിയാ? അളിയ മൊബൈൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ മൊബൈൽ എറിഞ്ഞു പൊട്ടിച്ച്. ഇതിന്റെ പാഴ്സ് എവിടെ കിട്ടും അളിയ? കുഴപ്പമില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ മൊബൈൽ അങ്ങ് എടുത്തോ. ആ പച്ച ബാഗിലുണ്ട്, പച്ച ബാഗിൽ. പച്ച ബാഗിൽ അളിയ നെയ്യാട്ടാൻ പൊട്ടി അളിയ. ഓ, അതെങ്കിലും പൊട്ടട്ട്. ഇങ്ങോട്ട് നോക്കളിയ. എന്താളിയാ? അളിയ നെയ്യാട്ടാൻ പൊട്ടിയപ്പോ സർക്കാർ വന്ന് എന്ത് ചെയ്തു? ഒരു ഷട്ടർ തുറന്നു, പിന്നെ 2 ഷട്ടർ തുറന്നു. എന്റെ അളിയ ഇങ്ങോട്ട് നോക്കളിയ. പിന്നെ 3 ഷട്ടർ തുറന്നു, 4 ഷട്ടർ തുറന്നു, പിന്നെ ഷട്ടർ തുറപ്പോട് തുറപ്പ്. അളിയ ഇങ്ങോട്ട് നോക്കളിയ, പറഞ്ഞോണ്ടിരിക്കുന്നല്ലേ. എന്നിട്ട് സർക്കാർ ഒന്ന് ബാക്ക് വശത്ത് വന്നു. ബാക്ക് വശത്തെ ഷട്ടർ തുറന്നപ്പോ വെള്ളം നിന്നു. വെള്ളം നിന്നല്ലോ. ഇനിയെങ്കിലും നിനക്ക് പൊക്കൂടെ? പക്ഷെ മൊബൈൽ കിട്ടിയില്ലല്ലോ. എന്റെ പച്ച ബാഗിരിക്കൊണ്ട് പോയാ പട്ടി. എന്റെ ചക്കര മുത്തേ. എന്റെ സ്വപ്നത്തിന്റെ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി. മക്കളെ, നിനക്കെന്തടാ? നിനക്ക് വയ്യടാ? നിനക്ക് എന്തടാ? പറയടാ, നിനക്ക് എന്തടാ? അമ്മാവൻ എന്തോന്നു? എന്താടാ? ഒന്നുമില്ല. കുപ്പി എവിടെ? പച്ച ബാഗിലില്ലേ? എവിടെ? പച്ച ബാഗിലാ? 2-3 ബാഗുണ്ട്. അമ്മാവന് ഇഷ്ടമുള്ള ബാഗ് നോക്കി ഏതാന്ന് വെച്ചാൽ എടുത്തോ. എന്റെ സ്വപ്നത്തിന്റെ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി നീലതാമര മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. എന്താടാ? അളിയ മൊബൈൽ കിട്ടി, പക്ഷെ ചാർജർ കിട്ടിയില്ല. 10-11 വർഷമായിട്ട് എനിക്കേ ചാർജ് ഇല്ലാതിരിക്കുക. അതായത് ചാർജർ അകത്തെ ചുവന്ന ബാഗ് അതിനകത്ത് ഇരിപ്പുണ്ട്. പോയി എടുക്കാവോ? ഇരിപ്പണ്ട. അളിയ എന്താളിയാ? നമ്മുടെ നെയ്യാദാമിന്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ് ഇടുക്കി ഡാം. എന്റെ അളിയ ഇങ്ങോട്ട് നോക്കളിയ. ഇടുക്കി ഡാമിൽ പ്രശ്നം നടന്നളിയ. അവിടെ ഒറ്റ ഷട്ടറല്ലേ ഉള്ളൂ. ഒറ്റ ഷട്ടറിങ് തുറന്ന് വെള്ളം പോയിക്കൊണ്ടിരുന്നളിയ. അങ്ങനെയെങ്കിലും വെള്ളം പോകുന്നുണ്ടല്ലോ അളിയ. അങ്ങനെ ഇടുക്കി ഡാം പൊട്ടാത്തോണ്ടാണ് മുല്ലപ്പള്ളി ഡാം പൊട്ടാത്തത്. യവനൊരു ഡാമിൽ കൈവശം കൊടുത്തു. എന്താ പറഞ്ഞ? അയ്യോ ഒന്നുമില്ല. ചാർജർ ചുവന്ന ബാഗിനകത്ത്. എന്റെ ചക്രം മുത്ത. എന്റെ സ്വപ്നത്തിന്റെ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി
കുട്ടി എന്താ മച്ചി കമ്പിളി പുതപ്പ് ഈ കളറിലാണോ അതിനോട്? കമ്പിളി പുതപ്പ് ഈ ഒറ്റ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരെണ്ണം തന്നെ കൊണ്ടുവന്നത്. അതൊക്കെ പോട്ടെ മക്കളെ, നിന്റെ അവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെയാടാ? അങ്ങനെ ചോദിക്കാം മച്ച. എന്നെ അറബി ഒരു വലിയൊരു കമ്പനി തന്നെ വ്യാപിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ അവിടെ ചെന്ന് നിൽക്കുമ്പോ ഓരോരുത്തർ ഇങ്ങനെ ട്രീസിലാ ഇങ്ങനെ വലിഞ്ഞ് പാമലകളിൽ കയറുമ്പോ ഞാനിങ്ങനെ നോക്കി അങ്ങോട്ട് നിൽക്കും. ഇങ്ങനെ നോക്കി നിൽക്കുവോ? ഞാൻ ഇങ്ങനെ നിൽക്കും, ചിലപ്പോ ഇങ്ങനെ നിൽക്കും. എനിക്ക് അങ്ങനെ ഇവിടെ നിൽക്കാറില്ല. എടാ മക്കളെ, കഴിഞ്ഞ 15 വർഷമായിട്ട് നീ ഇങ്ങനെ നിന്നാണോ നാട്ടിലോട്ട് പണം അയച്ചോണ്ടിരുന്നത്? നീ ഒരു കാര്യം ചെയ്താ ഈ കമ്പിളി പുതപ്പ് മൂടിക്കൊണ്ട് നീ. ഇച്ചായോ എന്റെ ചക്കര മുത്ത, എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി. നീയാ? നീ വീണ്ടും വന്നാ? നിന്റെ ഇങ്ങോട്ട് വരരുതെന്നാ പറഞ്ഞത്? അയ്യോ വരേണ്ടി വന്ന്. എന്ത് കാര്യം? ഇന്നാ ഫാക്സ്. എനിക്കെന്തൊരു ഫ്ലക്സ്? അയ്യോ ഫ്ലെക്സ് അല്ല, ഫാക്സ്. ഇത് ഗൾഫിൽ നിന്ന് അറബി അണ്ണൻ അയച്ച ഫാക്സ്. അമ്മോ കേട്ടോ, ഗൾഫിൽ നിന്ന് അറബി എന്നെയാണ് അയച്ചേക്കുന്നത്. വാക്കടാ. എടാ നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവടാ? പിന്നെ അടിപൊളിയായിട്ട് അറിയാം. എന്നാ വായിക്കാ. വായിക്കട്ടാ? വായിക്കാ. ഇമ്മീഡിയറ്റ്ലി പ്ലീസ് ടോൾഡ്. എന്താണ് മലയാളത്തിൽ വായിക്കടാ. അതായത് അവിടെ 2 പേർക്ക് പനി ബാധിച്ചു. അനീസുനി, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ അവർക്ക് ഡുങ്കിപ്പനിയുടെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു. എന്നിട്ടാ അവര് ലീവ് ആയതുകൊണ്ട്. അല്ല, ഞാൻ അറിഞ്ഞെടുത്ത് പറഞ്ഞിട്ടാ വന്നത്. ലീവ് മസ്റ്റായിട്ട് കൊടുക്കണം അതെന്ന് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. എന്നിട്ടാ എത്രയും വേഗം തിരിച്ചെങ്ങെത്തുക. ആര്? അണ്ണൻ. എപ്പാ? ഇപ്പാന്ന്. ഇവിടെ ഇരിക്കുന്നവരെ എന്തിനു കുറ്റം പറയണം? ഏഴാം കടലിന് അക്കരെ ഇരിക്കണ അറബിക്ക് പോലും എന്നെ കണ്ണ് കീറിയാ കണ്ടൂടാ. നീർപ്പളുങ്കുകൾ ചിതറി വീഴുമീ നിമിഷസാഗരം ശാന്തമാകുമോ? അകലെ അകലെ എവിടെയോ നോവിന്നലയോ നീർപ്പളുങ്കുകൾ. എന്റെ ചക്രം മുത്ത്. Judges, please note that was just number 402.